നമസ്കാരം പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ, കടയ്ക്കൽ തിരുവാതിര വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുകയാണ്. കടയ്ക്കൽ തിരുവാതിര 2025 അറ്റ് സാക്ഷി TV. നിങ്ങൾക്കേവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾ അല്പം വൈകി, അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ തത്സമയത്തിലേക്ക് നിങ്ങൾക്കേവരെയും ഒരിക്കൽ കൂടി സ്വാഗതവും ഉത്സവ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ തത്സമയം ആരംഭിക്കട്ടെ. ഒന്നുകൂടി പറയാം, വിവിധ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റേതായ ചില താമസങ്ങൾ ഒരുപക്ഷെ നേരിട്ടേക്കാം. എല്ലാ പ്രേക്ഷകരും സദയം നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി നമ്മളോടൊപ്പം സഹകരിക്കണം. വൻ തിരക്കാണ് കടയ്ക്കൽ ക്ഷേത്രത്തിൽ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്കുകളാണ് ഇപ്പം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ തിരക്കുകളിടയിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തത്സമയ സംപ്രേഷണത്തിലേക്ക് വരികയാണ്. കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും സാക്ഷി ടിവിയുടെ ഉത്സവ ആശംസകൾ. നിന്നിട്ട് സാധിച്ചിടുമില്ല സംശയം ഏതോ മത്സരമേ അകക്കാമ്പിലാഗ്രഹിക്കുന്ന പോലെ മത്സവിധത്തിലെന്നും സാമോദം വസിച്ചാലും തത്താവയ്ക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറെ തിരക്കാണ് ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കുത്തിയോട്ടത്തിന് വ്രതം നിന്ന കുട്ടികളെ ചുറ്റികുത്തി അമ്മയുടെ തിരുമുന്നിലേക്ക് കൊണ്ടുവരുന്ന ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രധാന കാഴ്ച. ആ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ ചൂട് കൂടുതൽ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് ഭക്തജനങ്ങൾ പുറത്തുനിന്ന് വരുന്നതല്ല, അഞ്ചയിൽ നിന്ന് വരുന്നവർ നമ്മുടെ തേവരുനട ഭാഗത്താണ് വാഹനം പാർക്ക് ചെയ്യേണ്ടത്. അതിൽ വരുന്ന വഴിക്ക് വിവിധ കരക്കാർ നിങ്ങൾക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും കരുതിയിട്ടുണ്ട്. നമ്മുടെ മടത്തറയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മടത്തറയിൽ നിന്ന് വരുന്നവർ നമ്മുടെ ചിങ്ങേലി സ്കൂളിലോ അല്ലെങ്കിൽ UPSന്റെ ഗ്രൗണ്ടിലോ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യണം. അതുപോലെ വരുന്ന വഴിയിലൊക്കെ തന്നെ അവിടുത്തെ വിവിധ കരക്കമ്മറ്റിക്കാർ നിങ്ങൾക്ക് ലഘുഭക്ഷണവും കുടിവെള്ളവും കരുതിയിട്ടുണ്ട്. നിലമേൽ കിളിമാനൂർ അങ്ങനെ മേഖലയിൽ വരുന്നവർ നമ്മുടെ കടയ്ക്കൽ IOC പമ്പിന് തൊട്ടുപുറത്തായിട്ട് IOCയുടെ ഒരു ഗ്യാസ് ഓഫീസിൻ്റെ ഗ്രൗണ്ടുണ്ട്. അവിടെ വാഹനം പാർക്ക് ചെയ്യാം. അറവ ഹോസ്പിറ്റലിൻ്റെ അവിടെ പാർക്ക് ചെയ്യാം. ഈ വരുന്ന വഴിക്കൊക്കെ തന്നെ കുടിവെള്ളവും ലഘുഭക്ഷണവും കരക്കമ്മറ്റിക്കാർ ഒരുക്കിയിട്ടുണ്ട്. ചടയമംഗലം ആയൂർ മേഖലയിൽ നിന്ന് വരുന്നവർ നമ്മുടെ കടയ്ക്കൽ ആൽത്തമുട്ട് എത്തുന്നതിന് മുമ്പ് പാലമൂട്ടിൽ എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ടുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പാർക്കിംഗ് ഗ്രൗണ്ട്. ആ വരുന്ന വഴിക്ക് തന്നെ കാറ്റാടിമൂട്, കോട്ടപ്പുറം, വെള്ളാറവട്ടം എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് ഈ ചൂടിനെ അതിജീവിച്ചു പോകാനുള്ള ശുദ്ധജലവും അതോടൊപ്പം തന്നെ ലഘുഭക്ഷണവും കരക്കമ്മറ്റികൾ കരുതിയിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ക്ഷേത്രസന്നിധിയിൽ ഇത്രയും വലിയൊരു തിരക്ക് മുൻകാലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുക. അത്രയധികം വൻ തിരക്കാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. കടയ്ക്കൽ തമ്പുരാട്ടിയുടെ തിരുനാൾ തിരുമഹോത്സവമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കുത്തി ഓട്ടത്തിന് വ്രതം നിർത്തിയ വളരെ വൈകിയാണ് അവരും ഒക്കെ പലരും നമ്മുടെ ഈ സാധനത്തിൽ ഒപ്പിട്ട് മേടിക്കണം. ഒരുപക്ഷെ ഒരു കാലത്ത് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു കടയ്ക്കലിൻ്റെ ദേശീയോത്സവമാണ് കടയ്ക്കൽ തിരുവാതിര എന്ന്.
പക്ഷേ ഇന്ന് നമുക്ക് പറയാൻ കഴിയും തെക്കൻ കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് കടയ്ക്കൽ തിരുവാതിര. വിവിധ സ്ഥലങ്ങളിൽ നിന്നും തെക്കൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെക്കൻ കേരളത്തിൻ്റെ പൂരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മഹോത്സവമാണ് കടയ്ക്കൽ തിരുവാതിര. ഉത്സവ രാവുകളാണ് ഇനി നമുക്ക് കാണാൻ കഴിയുക. ഏകദേശം 3 മണിയോട് കൂടി തന്നെ 7 കുതിരകളാണ് ഈ വർഷം ഉള്ളത്. അത് ആ കുതിരകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഞങ്ങൾ പോകും. പക്ഷേ അവിടെ ഒരു ചെറിയ കാരണം നടന്നു പോകേണ്ടതായിട്ടുള്ള, കാരണം ഈ തിരക്കിനിടയിൽ വാഹനം ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടന്നൊക്കെ പോയി അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചില ഒരു ലാഗിങ് അല്ലെങ്കിൽ ഇത്തിരി സമയം എടുത്തെന്നിരിക്കാം. അപ്പോൾ അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും നമ്മളവിടെ എത്തുന്ന ആ ഒരു സമയങ്ങളൊക്കെ ഞങ്ങളോട് സഹകരിക്കണം. വളരെ വലിയ തിരക്ക് ക്ഷേത്രത്തിൽ ഈ വലിയ അതീവ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഭക്തർ ഒഴുകിയെത്തുകയാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും തെക്കൻ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ഭക്തർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ. ഇപ്പോൾ കുത്തിയോട്ടത്തിൻ്റെ പ്രഥമ കുട്ടികളുടെ കിരീട സുഹൃത്തുക്കളും മറ്റു കാര്യങ്ങളുമാണ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏകദേശം നമുക്കതൊരു 11:30 മണി വരെ ഇത് പ്രതീക്ഷിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ചുട്ടികുത്തി വ്രതം നിന്ന് അവർ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാൽക്ഷണം പോലും വൈകാതച്ഛന്റെ യജ്ഞോത്സവമീക്ഷണം ചെയ്യുവാൻ നാഥാനന്മയം പോകേണം മാം. ന്യായമാണാലോചിച്ചാൽ പോയിടുന്നിതു നമ്മൾ, പോയാൽ വേണ്ടത് പോലെ സമ്മാനിച്ചിടുവച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്വയംഭൂ വരുന്ന കുട്ടികൾ, ചുവട്ടത്തിന് ചുട്ടികുത്തി എത്തിയ കുട്ടികൾ ക്ഷേത്രം വന്ന് സാക്ഷി ടിവിയിലെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് തിക്കിലും തിരക്കിലും പെട്ട് അവരവരുടെ സ്വർണ്ണാഭരണങ്ങൾ, പെഴ്സ് തുടങ്ങിയ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കല്യാണശീലേ ബാലേ വല്ലഭേ നിയന്തേവം ചൊല്ലുമാനഹദാരിൽ
ചൊല്ലൂ പാനകതാരിൽ നന്നായി നിലയ്ക്കണി ക്ഷണിക്കാത്ത വീടേക്ക് പോകാമോ? ഒരു ഭക്തൻ ഉറങ്ങിയെന്ന് തോന്നുന്നു, അമ്മയുടെ തോളിൽ കിടന്ന് ഉറങ്ങി ഇപ്പൊ അത് അത്രയധികം, കാരണം വളരെയധികം സമയം അവിടെ വന്നതായിരിക്കണം, അതുകൊണ്ട് തന്നെ ആയിരിക്കണം കുഞ്ഞ് ഉറങ്ങിപ്പോയി എന്ന് തോന്നുന്നു. കുഞ്ഞ് ഉറങ്ങിപ്പോയോ? ഒന്ന് ഉറത്ത് കഴിഞ്ഞോ 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 ഉറങ്ങിപ്പോയല്ലേ? വിദ്വാൻ വിദ്വാൻ ഞാൻ ഇത്തരമുള്ള ഗർവം വർദ്ധിച്ചു ദർശനഞ്ഞുറങ്ങിയേറ്റം നിന്ദിച്ചു വാഴുന്ന തന്മന്ദിരത്തിനു കാന്തേ പോകരുത് ഒരിക്കലും ചുറ്റി വരച്ചതിന്റെ കൂട്ടത്തിൽ മോന് വീശം വരച്ചോ? പറ കാര്യം പറ. ഇതാരാ ചുട്ടി കുത്തിയേ? ഇതെന്തോ പച്ച കുത്തിയില്ലല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, നോക്കിയേ നോക്കിയേ നോക്കിയേ. സാക്ഷി ടിവിയുടെ പ്രേക്ഷകരെ ഈ ഒരു ഭക്തനെ ഒന്ന് കാണട്ടെ. എന്താ പച്ച കുത്താനെന്താ? ഹലോ രാജമോഹൻ, നമസ്കാരം. എന്താ പറയുന്നേ? എന്ത് പറയാൻ? പിന്നെ ഇതാരാ ചുട്ടി കുത്തിയേ? വിവിഞ്ചത്ത് ചുട്ടിയതാണ്. വിവിഞ്ചത്ത് ചുട്ടി കുത്തിയാലൊന്നും പച്ച കാണാനില്ല എന്നൊരു പരാതി കൂടി. പച്ചയില്ല. അതെ അതെ, നമ്മുടെ അല്ല, നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സ്ഥലത്ത് ഈ കുത്തിയോട്ടുമായി ബന്ധപ്പെട്ട് ചുട്ടി കുത്താൻ അറിയാവുന്ന ഒന്ന് രണ്ട് പേരിൽ പ്രമുഖനാണ് വിവിഞ്ചത്ത്. വിവിഞ്ചത്തിന് നമുക്ക് തിരുവാതിര ഉത്സവാശംസകൾ കൂടി അറിയിക്കുന്നു. കാരണം അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്ന് 100ഓളം കുട്ടികൾക്ക് അവൻ ചുട്ടി കുത്തിയിട്ടുണ്ട്. ആ തിരക്കിൽ ഞാനും അല്പസമയം അവന്റെ കൂടെ ചേരേണ്ടി വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞത് ചില മറവികൾ സംഭവിച്ചിട്ടുണ്ട്. ആ മറവിയുടെ ഭാഗമാണ് പച്ച കുത്തായിരുന്നത്. അതൊക്കെ എന്നാലും ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ. സാക്ഷി ടിവിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. നിങ്ങൾ ഒപ്പം സാക്ഷി ടിവിക്ക് ഒപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ സധൈര്യം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകും. ഞങ്ങളുടെ ആപ്തവാക്യം പോലും പക്ഷമില്ലാത്തവരുടെ പക്ഷം എന്നാണ്. തീർച്ചയായും എല്ലാവിധ ആശംസകളും തിരുവാതിര ആശംസകളും. നമുക്ക് വീണ്ടും കാണാം. എല്ലാ ഉത്സവ കമ്മിറ്റി അംഗങ്ങളും എത്രയും വേഗം തന്നെ തമ്പുരാട്ടി മഠം കൂട്ടുപുറയിൽ എത്തിച്ചേർന്നതാണ്. അന്നദാനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ എത്രയും വേഗം തന്നെ തമ്പുരാട്ടി മഠം കൂട്ടുപുറയിൽ എത്തിച്ചേർന്നതാണ്. ബിനു, ഞാൻ തമ്പുരാട്ടി നടയിൽ തന്നെ ഉണ്ട്. വാ, തമ്പുരാട്ടി നടയിൽ തന്നെ ഉണ്ട്. എന്നെ കണ്ടില്ലേ? ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഞാൻ കണ്ട കലിക ന്യൂസിന്റെ ലൈവിന്റെ തൊട്ടടുത്തുണ്ട്. ഇനി വന്നാൽ മതി. ഷാനവാസിന്റെ അടുത്തുണ്ട്. വേണ്ട, ഇവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ. നമ്മളെ പറയില്ലേ, കടയാറ്റ് കളരിയിൽ നിന്നുള്ള ഭക്തർ എത്തിത്തുടങ്ങി. തിരുവാതിരയുടെ തുടക്കത്തിൽ അവരാണ് ഞങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ ഐസ്ക്രീമുകൾ മാത്രം ആകാര പദാർത്ഥങ്ങൾ വാങ്ങി ഉപയോഗിക്കുക.
സ്ഥാപനവും പരിസരവും പഴകിയതും തുറന്നു വച്ചിരിക്കുന്നതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിർബന്ധമായി എടുത്തിരിക്കുന്നതാണ്. സ്ഥാപനത്തിന്റെ ലൈസൻസ് ജീവനക്കാരുടെ ഹെൽത്തിലായിട്ടുള്ള സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. വ്യക്തി ശുചിത്വം, ഭക്ഷണ ശുചിത്വം, പരിസര ശുചിത്വം എന്നിവ പാലിക്കേണ്ടതാണ്. ഏതാനും നിമിഷങ്ങൾ തന്നെ അന്നദാനം ആരംഭിക്കുകയാണ്. ആന്തർമൂട് പാവല ആണ് തോന്നുന്നത്. തമ്പുരാട്ടുകളും ഒത്തുപോയി ഏതാനും നിമിഷങ്ങൾ തന്നെ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഒരു അറിയിപ്പ് കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് നടക്കുന്ന അന്നദാനം 2 സ്ഥലത്താണ്. ഒന്ന് നമ്മുടെ ദേവീക്ഷേത്ര സന്നിധിയിലെ ഊട്ടുപുരയിലും മറ്റൊന്ന് പാവല്ല ഓഡിറ്റോറിയം നമ്മുടെ ശിവക്ഷേത്രത്തിനോട് ചേർന്നാണ്. എല്ലാവർക്കും മിക്കവർക്കും വരുന്നവർക്ക് അറിയാൻ കഴിയും. അവിടെ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യേണ്ടത് പാലമുട്ടി ഗവൺമെന്റിലാണ്. തേവർനടയിൽ നിന്ന് അഞ്ചേന്ന് വരുന്നവർ തീർച്ചയായും തേവർനട കഴിഞ്ഞ് വാഹനം കൊണ്ടുവരാൻ ശ്രമിക്കരുത്. വൻ തിരക്കാണ് ഇന്നത്തെ ഒരു ദിവസം. തീർച്ചയായിട്ടും ഇവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 11:30 മണിയോടുകൂടി നമുക്ക് അന്നദാനം ഇവിടെ തുടങ്ങുമെന്നാണ് കമ്മിറ്റിക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള നോയമ്പ് നോറ്റ കുത്തിയോട്ടക്കാർ വന്നിട്ടുണ്ട്. അതിന്റെ തത്സമയം നമ്മുടെ ബിനു സാക്ഷി നിങ്ങൾക്ക് എത്തിക്കും.
അവരുടെ സ്വർണ്ണാഭരണങ്ങൾ പൈസ പൈപ്പിലൂടെ പഠിക്കുന്നു. Yeah.
അംഗൻവാടി കർണാടക കൂട്ടത്തിന്റെ വകയായി ലഘുഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടക്കിൽ ലഘുഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് തിക്കിലും തിരക്കിലും സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ
ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ സദാനന്ദ സർവബോധദയാപര രക്ഷ രക്ഷ മഹാബാഹു ശ്രീ ആയിരവും പുരരട്ടം തപ്പടി കയറിച്ചെന്നാൽ തിരുനടയിൽ ദാനം ചെയ്യും ദാസർക്കകിലം മംഗളം ഏകണമേ മുരുക മംഗളം ഏകണമേ ശ്രീ മുരുക മംഗളം ഏകണമേ പടനിയിലാണ്ടവ ആകയാൽ രക്ഷയാകം കാണുവാൻ പ്രിയതമേ പോകുന്നതിലകം പോയാൽ കോപിക്കും തവതാതൻ ഉൾപ്രിയം ശിശുരനം ഉണ്ടാവേണമെന്ന് അപ്രിയം വരുത്തുന്നതൽപ്പവും നന്നല്ലോ വ്യാപാരമുള്ളവരെന്നൊക്കെയും പറഞ്ഞിടുന്നുവല്ലോ നിൻ പിതാവെന്ന് എന്നെ സദാ ജനിക്കാതങ്ങോട്ടു ഞാൻ എന്നേ വിശേഷിച്ചും കണക്കിൽ പറഞ്ഞിടും ജീവകവാക്യമെല്ലാം അകയ അപ്പുറത്തൊക്കെ പോയി ആദ്യം നമ്മൾ ചെയ്യാനുള്ള നമ്മളിവിടെ തമ്പുരാന്റെ മഠം ഊട്ടുപുരയിൽ ഉടൻ തന്നെ അന്നദാനം ആരംഭിക്കുന്നതാണ്. അന്നദാനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനായി എല്ലാ ഉത്സവ കമ്മിറ്റികളും എത്രയും വേഗം തന്നെ ഊട്ടുപുരയിൽ എത്തിച്ചേണ്ടതാണ്. സർവമംഗളേ നീ എന്തേവം വിദ്യുത്വം കളിക്കുവാൻ പൊതിനാൽ സതിയപ്പോൾ നിന്നിരുവടിയന്റെ സാധന്റെ ഗേഹത്തിന് പോരേണം എന്നില്ലെന്നാൽ പോകുന്നേ ഞാൻ അങ്ങോട്ടായി അതിനനുവാദം ഏകണമെനിക്കുടൽ സംശയിക്കരുതൊട്ടും മൃദുമന്ദിരത്തിൽ ഘോഷിച്ചു യജ്ഞോത്സവ അധുനാം കഴിക്കുന്നതുണ്ടെന്ന് വൃത്താന്തം കേട്ടാൽ ചെന്നതു കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നേയുള്ളൂ. കന്യകയുണ്ടാകുമോ മന്നിടത്തിങ്കലോർത്താൽ അർഹതയില്ലാത്ത
പോകുവാൻ മടിക്കുന്നോ നന്ദിനിക്കെല്ലായ്പ്പോഴും താതന്റെ മന്ദിരത്തിൽ ചെന്നിടാമതിനാരും ക്ഷണിക്കണമെന്നില്ല ആകയായി പിതാവിന്റെ ഏകത്തിൽ നിന്നത് കാലം ഞാനതിനെന്തോ സമ്മതം നൽകണമേ. പ്രിയപ്പെട്ട സംഘജനങ്ങളെ, ദേവീക്ഷേത്രത്തിന്റെ സങ്കേതത്തിനുള്ളിൽ, ദേവീക്ഷേത്ര സങ്കേതത്തിനുള്ളിൽ, പവിത്രമായ ക്ഷേത്രത്തിന്റെ സങ്കേതത്തിനുള്ളിൽ ചെരുപ്പിട്ട് ഭക്തജനങ്ങൾ നടക്കുന്നതായി കാണുന്നു. ഒരു കാരണവശാലും അനുവദനീയമല്ല. പ്രിയഭക്തരെ, വടക്കിലമ്മയിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭക്തജനങ്ങളെ, നമ്മുടെ പാവല്ല, അതായത് ശിവക്ഷേത്രം തൊട്ടടുത്തുള്ള പാവല്ല ഓഡിറ്റോറിയത്തിൽ അന്നദാനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ടത് വളരെ ചൂടുള്ള പ്രദേശങ്ങളാണ്. ആൽത്തറമൂട്ടിൽ നമ്മുടെ ആൽത്തറമൂട്ടിലെ ഭക്തജനങ്ങൾ കുടിവെള്ളം ശേഖരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ഏകദേശം കുടിവെള്ളം ലഭിക്കുന്നതാണ്. അതുപോലെ അന്നദാനം തുടങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ദേവീക്ഷേത്ര ഊട്ടുവരയിലും അന്നദാനം നടക്കുന്നതാണ്. ഞങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഈ തത്സമയ സംരക്ഷണം തുടരും. ഞങ്ങൾ കുതിരകെട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതിനുവേണ്ടി അല്പസമയം ഞങ്ങൾ നിങ്ങളോട് ഇടവേള ചോദിച്ചുകൊണ്ട് ഏവർക്കും ഉത്സവ ആശംസകൾ. ചില മോശം ശ്രമങ്ങൾ നടന്നതായി അറിയിപ്പ്. കൊച്ചിയുണ്ടായിരുന്നുണ്ടോ? ഹരേ